ഇതൊന്നും നടക്കാൻ പോകുന്നില്ലെന്ന്. ഓ, അപ്പൊ അമ്മയും കൂടെ ഒത്തിട്ടാന്നോ? ഒട്ടലും ഒക്കലും ഒന്നുമില്ല. ഒരു ഗതിയും പിടിക്കാനാണ് കടുമിലോട്ടാന്നോ കൊണ്ടുപോകുന്നത്? മാനം വഴി അതൊക്കെ വീട്ടോട്ട് വിളിക്കത്തില്ലേ? കിട്ടിയ ജോലിയൊക്കെ വേണ്ടാന്ന് വെച്ചപ്പോ പറഞ്ഞാനേ ഞാൻ പോയി വിളിച്ചോണ്ട് വരും. തള്ളി തോട്ടിട്ട് ഞാൻ വിളിച്ചോണ്ടിരുപ്പാ. എവിടെ നിർത്തി ഇലവിന് കൊടുക്കും? അമ്മ കൊടുക്കണ്ട. എന്നാ ജോലിയുടെ തോന്നുന്നു. ഇത് പോലീസിന്റെയാ. വർഗിച്ച കൺഗ്രാറ്റുലേഷൻസ്. എപ്പോഴാടാ പോണ്ടേ? कांस्टेबल की पोस्ट का है लेकिन जाना नहीं चाह रहा. ജോലി എന്നാണോ? പോലീസ് എന്ന് വെച്ച എന്നെ പവറാടാ. ബെന്നിയങ്ങളെ ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് SIO സെക്രട്ടറി എന്നാന്ന് വെച്ചാൽ കിട്ടുമ്പോ അതിലോട്ട് മാറിയ പോരെ. പിന്നെ എന്നാ പോലീസ് ട്രെയിനിങ് എന്ന് വെച്ചാൽ എന്നാന്നാ ബെന്നിയങ്ങൾ വിചാരിച്ചേക്കുന്നേ? നിന്നെ ഉപദേശിക്കാനുള്ള വിവരമൊന്നും ബെന്നിയെങ്കിൽ. പക്ഷെ ഒന്നും ഞാൻ പറയുള്ളൂ, നിനക്ക് जाने की सोचेगा मेरे हिसाब से. चला गया चर्च में. പ്രാർത്ഥിച്ചു കഴിഞ്ഞോ? നീ തീരുമാനം എടുത്തു? കല്യാണം കഴിക്കുന്ന കാര്യമാണോ അതോ എങ്ങോട്ടെങ്കിലും ഒളിച്ചോടി പോകുന്നതോ? കല്യാണം നേരെ വണ്ണം നടത്തി തരാൻ പറ്റത്തില്ല. അവര് പറയുന്ന പോലെ രണ്ടു വഴിക്ക് പോണെന്നാണോ? നിനക്ക് ഒറ്റാളെ പറ്റി വിചാരമുള്ളൂ, നിന്നെ പറ്റി. ഇത്രയും കാലം ഞാൻ എങ്ങനെയാ പിടിച്ചു നിന്നെ നീ ചിന്തിച്ചിട്ടുണ്ടോ? അതിന് നീയൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നീ അമ്മയുടെ കാര്യമൊന്നും ആലോചിക്ക്, വീട്ടിലെ കഷ്ടപ്പാടിനെ കുറിച്ചൊന്ന് ചിന്തിക്കും. ഞാൻ അല്ലാതെ ആരെയും വിഷമിപ്പിക്കാൻ വേണ്ടി ഞാൻ എന്നേലും ചെയ്തിട്ടുണ്ടോ? അതെന്നെ മനസ്സിലാക്കാത്ത. നിന്നെ ശരിക്കും മനസ്സിലായ വേറെ ആരുള്ളേ? ब्रेकअप कर रही शायद. നമുക്ക് തൽക്കാലം ഒരു ബ്രേക്ക് എടുക്കാം. ഉണ്ടായിരുന്നുള്ളല്ലേ? ഇത്രയും കാലം ഉള്ളിൽ കൊണ്ടു നടന്നതിനൊന്നും ഒരു വിലയില്ലേ? എന്നോട് നീ വർത്താനം പറയല്ലേ, എനിക്ക് പറ്റത്തില്ല. നീ കുറച്ച് എന്നിട്ടൊന്ന് സെറ്റിലാവും. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നേലൊക്കെ പറഞ്ഞ് നിൽക്കാൻ പറ്റും. इंतजार कर रही हूँ. मैं सोचाती हूँ कि सेटल हो जाएगा. रात भर सोच रहा हूँ. रोते हुए देख लिया इसकी माँ ने. പനിയൊന്നുമില്ലല്ലോ. ഇത് നാളെ ബാങ്കിൽ കൊണ്ട് അടയ്ക്കും. ഉണ്ടാക്കണ്ട. ആരൊക്കെ കൂടെ ഉണ്ടെന്നോ ആരൊക്കെ ഇട്ടേച്ചു പോയെന്നോ ഒന്നും നോക്കണ്ട. നമ്മളങ്ങ് മുന്നോട്ട് പോയേച്ചാൽ മതി. आगे बढ़ने के लिए बोल रही थी माँ. कौन सी पोस्ट में गया है? ज्वाइन हो गया तो कांस्टेबल बन गया शायद. ഞങ്ങൾ അങ്ങോട്ട് വരാം സാറേ. ചത്താലും പറ്റത്തില്ല. घर से हटा रहा. अच्छा घर के लिए मार दिया. സാറേ ആൾക്കാരൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട് സാറേ. നമ്മൾ തന്നെ ഇങ്ങനെയൊക്കെ ചെയ്താൽ ഇവരൊക്കെ പക്ഷേ യൂണിഫോം മമ്മൂട്ടികൾ താൻ വണ്ടി പോയിരിക്കും പൊക്കം.
രാജ്യം മാർത്താണ്ഡവർമ്മയുടെ നേതൃത്വത്തിൽ ഡച്ചുകാരെ പരാജയപ്പെടുത്തി 1741 ഓഗസ്റ്റ് 10 കൊളച്ചൽ യുദ്ധം पढ़ाई कर रहा है. मुझे लग रहा है कांस्टेबल की जॉब में है ये. ഹേയ് അതൊന്നും നമ്മൾ കൂട്ടിയ കൂടുതല PSC. അങ്ങനെ പറയണ്ട, പരിശ്രമിച്ചിടും. തന്റെ വീട് കുട്ടനാട്ടിലല്ലേ? കൃഷിയൊക്കെ എങ്ങനെ പോണു? ഓ എനിക്ക് ഈ പണി ശരിയാകില്ല. എടാ, താനിതൊരു പണിയായിട്ട് കാണാതിരുന്നാ മതി. ലൈഫല്ലേ. തന്റെ മനസ്സിവിടെ അല്ല, അതാ കുഴപ്പം. എടാ വർഗീസേ, എനിക്ക് ഈ യൂണിഫോം ഇവിടെ ഒട്ടും താല്പര്യമില്ല. ഈ യൂണിഫോം കാണുന്നത് എനിക്ക് പേടിയും ദേഷ്യവും ഒക്കെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബാപ്പ മരണപ്പെട്ടത്. उसके पापा मर गए थे. കംപ്ലീറ്റ് ചെയ്ത് നേരെ ഫോഴ്സിലേക്ക് കയറി. അരിക്കാശിന്റെ പ്രശ്നമാണല്ലോ. पेट के लिए किया इसने फिर. അല്ല, ചിലപ്പോ ഞാനും സാറിന്റെ ബാപ്പയെ പോലെ Secretary exam ഒരു ഇടിയൻ देना പോലീസായി. चाहता है. അറ്റാക്ക് വരാതെ നോക്കിക്കോ നീ. പിന്മാറില്ലെന്നാണ് ഗോത്രസഭയുടെ നിലപാട്. ഒരു ചായ എടുത്ത് തരുമോ? इससे चाय मंगा रहा है. ഇവനിത്തിരി തിളപ്പ് കൂടുതലാ, ഒന്ന് മെരുക്കി എടുക്കണം. ക്യാമ്പിലോട്ട് വന്നിട്ട് 3 മാസമല്ലേ ആയുള്ളൂ. വിട്ടുകള सुन लिया सर इसने. സാറേ, എനിക്കൊരു പഴം കൂടെ കൊണ്ടുതരാമോ? മറന്നുപോയി. ആവേശത്തിനടുത്തിയാടി ഒരു അബദ്ധം കാണിച്ചു എന്ന് വെച്ചാൽ എല്ലാരും കൂടെ എടുത്തിട്ട് തട്ടാതെ തന്നെ. അവൻ ആകെ മൊത്തത്തിലൊരു പിടപ്പുണ്ട്. ഞാൻ കൊടുത്തു. ഗോത്രസഭയുടെ അവിടെ പെട്ടെന്ന് റിപ്പോർട്ട് ചെയ്യാൻ SP ഓർഡർ. അതിനവിടെ വലിയ പ്രശ്നമുള്ളതായിട്ടൊന്നും കേട്ടില്ലല്ലോ. സമരക്കാർ ഇന്നലെ രാത്രി ആ ഏരിയ അവരുടെ സ്വയംഭരണ ओ फोर्स अरेंज कर रहे हैं. जंगल में जाना है. प्रोटेस्ट चल रहा है. ഇവിടെ ഞാൻ 35 പേർ ലിസ്റ്റ് റെഡിയാക്കിയിട്ടുണ്ട്. തനിമാരെന്ന് പെട്ടെന്ന് റെഡിയാക്കുന്നുണ്ട് സാർ. ഞാൻ ആ സമയം കൊണ്ട് പോകാനുള്ള വണ്ടി അറേഞ്ച് ചെയ്യാം. പെട്ടെന്ന് ഒന്നും ശരിയാകില്ല. वयनाड എടാ, വയനാട് നല്ല സ്ഥലമാടാ. നമുക്കൊന്ന് കണ്ട് കറങ്ങിയേച്ചൊക്കെ വരാം. പൊന്നു സാറേ, ഞാൻ എങ്ങനെയും അടുത്ത ടെസ്റ്റ് ഒന്ന് എഴുതിയെടുക്കട്ടെ. नहीं നീ होगा. ആദ്യം പോയി ചോദിക്കും, ഞാൻ പറയാം. अच्छा ये चलेगा बात करने के लिए. ശരി, ഓക്കെ സാർ, ഞാൻ വിളിക്കാം. डांट खाएगा शायद. സാർ ഒരു കയറും, ഒഴിവാക്കി തരാം. താനേ ഒന്ന് എഴുത്താദ്യം. എന്നാ सिंह ने रिजाइन मांग रहा था वो. चला गया जबरदस्ती. ड्रिंक कर रहे थे वो. भाई സാറിന് ഓർമ്മ ഒഴിക്കാം. ഇച്ചിരി വെള്ളം ഒഴിച്ചു. സാറിന് ഒഴിക്കാം. സാറേ, അടപ്പിന്റെ കുപ്പി. കുപ്പിയുടെ അടപ്പ് സാറേ ഒഴിച്ചു. परेशान हो रखा बशीर. पी लिया. तो देख रहा है उसका परेशान हो रखा. उसके पास जा रहा है. क्या समझाएगा उसे? എന്താ വയനാട് പോയിട്ടുണ്ടോ? ഇല്ല. സാറ് പോയിട്ടുണ്ടോ? പിന്നെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും പോയിരിക്കേണ്ട സ്ഥലം ठीक है, नहीं वायनाड का भी. ഉക്കോട് തടാകം ബെസ്റ്റ്. ഉവ്വ, കാട്ടിലല്ലേ സമരം. അട്ടകടി കൊണ്ട് അവിടെ എടോ, ഇതിപ്പോ 2-3 ദിവസത്തെ കാര്യമുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഈ പറയുന്ന സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കറങ്ങി മൈൻഡൊക്കെ ഫ്രഷ് ആക്കി ഒരെണ്ണടിക്കാം. ഒരു ഗ്രിപ്പ് കിട്ടും യാത്രയ്ക്ക്. पिलाना चाहता है इसको. पीना चाहता था उनके साथ. नहीं मिला इसे.
उदास हो रखा है। पहुंच गए जंगल में, वायनाड के जंगल में। प्रोटेस्ट चल रहा है। പെട്ടി സാധനമൊക്കെ നാലാമത്തെ രഘുറാം സാറ്, രഘുറാം കേശവദാസ്. പക്ഷേ സാറേ ഇത് ചേരയാണോ മൂർഖനാണോ? അത് കൊത്തു കിട്ടുമ്പോഴേ അറിയൂ. ये बात करने जा रहे हैं। സാറിന്റെ വിചാരം ഞാനെങ്കിൽ വന്നത് ഡ്യൂട്ടിക്കാണ്, നിങ്ങൾ ഉപദ്രവിക്കാണ്. ആറ് പൊളിച്ചാങ്കളോ അവരെ ഇവിടെ വേലി കെട്ടിത്തരും, അതുപോലെ ஆர்டர் ஒபே செய்யறதுக்கு ஆர்க்கு அத்தனை மடி. சிச்சுவேஷன் சீரியஸ்னஸ் தெரியாதவங்க ஒருத்தங்க கூட இங்க நிக்க. थोड़ी सी बात बस। अच्छा ये मुस्लिम है, नमाज पढ़ रहा है। चलो बोर्ड लगा रहे हैं। അല്ല ബഷീർ സാറേ, വീണ്ടും രണ്ടും കൽപ്പിച്ച് അവര് സമരത്തിന് ഇറങ്ങിയത്. എന്ന് വെച്ചാ എല്ലാത്തിനും അതിന്റെ ഒരു സമയമൊക്കെ എടുക്കില്ലേ സർക്കാർ കാര്യം. ನಾವು ಪಲ ಭಾಗದಿಂದ ಓಡಿ ಬಂದು ಕೂಡುತ್ತವರಾಜು ನಮ್ಮ ಮಕ್ಕಳು ಪಲ ಭಾಗದಿಂದ ಚೂಡ ಮೊದಲು देख रहा है। എന്നാലും ഇവന്മാര് ചുമ്മാ കുടിലൊക്കെ കെട്ടി. അവരുടെ ജീവിതം എങ്ങനെയല്ലേ, അത് തന്നെ സമരം. ആ നിങ്ങളെ മുമ്പ് എവിടെയോ பார்த்துருக்கனே, பேர் மறந்து போச்சு. ബഷീറാൻ സാർ. കറക്റ്റ്. അതെ സാർ. ಇಂಚೆಗೆ 36 ദിവസം ആട്ട നാം ഈ സമരം തുടങ്ങിച്ചു. ഏക്കറിയും कोई और आगे जरा। ഒറ്റക്കെട്ടായി നിഞ്ചലയെ ഈ സമരം വിജയിക്കും. നാം എത്ര ദിവസത്തോടെ വന്ന് കൂടിയിട്ടു, കഞ്ഞി വെപ്പാത്തര ഒരു മണി അരിയും കൂടി കാണി. खाने के लिए खाना नहीं है इनके पास। കുടിച്ചു. നിങ്ങളെല്ലാം നിങ്ങളുടെ വേവലാതി എനിക്ക് മനസ്സിലാവും. നാളെ മന്ത്രിമാരെല്ലാവരും ചർച്ചയ്ക്ക് വരുന്നുണ്ടെന്ന് मिस्टर आ रहा कल। डॉगी फिर आ गया। डॉगी में गुस्सा आ रहा है इसको। कुत्ता काटने जा रहा। अबे സർ വേണ്ട സർ. दोनों में लड़ाई होने लगे हैं। गुस्से में आकर क्या क्या कर देता है ये, डांट खाएगा ये। ओ पुलिस वाला भी पुलिस वाले भी आ गया। ओ
अब डांट खाएगा ये। ഇവനവിടെ മാറ്റി. ഹീറോയിസം കാട്ടുന്നോ? അവിടെ കയറി ഒരാൾ അടിക്കണമെങ്കിൽ നമുക്ക് റൈറ്റ്സ്. நான் என்ன சொல்றேனோ அதை மட்டும் செஞ்சுட்டு போனா மதி. புரியுதா? உள்ள போட்டு போயிடுவேன். சொல்லு உன் ஃப்ரெண்ட்ட. वार्निंग दे दे इसे। दिमाग से नहीं करता ये काम। നടക്ക വാങ്ങോട്ട്. बस गुस्से में कुछ भी कर देता है। आप प्रचंड को दिखा रहे हैं। पता नहीं पुलिस की गिरफ्त में कैसे है, क्या किया इसने। ओ उसने बुलेट चलाई। KP 5 126. ओ लोगों पे चलाई थी इसने बुलेट। ओ इसकी राइफल थी ये। ദാറ്റ് മീൻസ് ഈ മർഡറിൽ ചെയ്തത് ഞാൻ മാത്രമല്ലല്ലോ സാറേ. കൺഫെഷനാണ്. कन्फेशन पे साइन करेगा। गलती क्यों मानेंगे? फाड़ दिया।